അതെ, ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ വിശപ്പിന്റെ വിളി എവിടെന്നെങ്കിലൊക്കെ വരും കേട്ടോ. കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചോറ് തീരുന്നതേ അറിയില്ല. നല്ല നാടൻ മസാലയിൽ മത്തി ഫ്രൈ ചെയ്ത് പൊള്ളിച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പൊ നമുക്ക് ചടപടയും തുടങ്ങിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വിനെഗറും ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമി യോജിപ്പിച്ചു ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മത്തി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പൊള്ളിച്ചെടുക്കാനുള്ളത് കൊണ്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അതെ, ഈ റെസിപ്പി തയ്യാറാക്കാൻ ഞാൻ പഠിച്ചത് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അമ്മ ചോറിന്റെ കൂടെ കെട്ടിത്തന്നിരുന്ന ഒരു സ്പെഷ്യൽ കൂട്ടായിരുന്നു ഈ മത്തി ഫ്രൈ പൊള്ളിച്ചത്. എനിക്ക് ഇന്നും ആ രുചിയും മണവും മറക്കാനേ പറ്റുന്നില്ല. അതേ രീതിയിലാണ് കേട്ടോ ഞാനിപ്പോ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പൊ നമുക്ക് മത്തി ഫ്രൈ പൊള്ളിക്കാനായി ചട്ടി വെച്ചു. ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തു. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തു. 4-5 പച്ചമുളക് ചീന്തിയതും ചേർത്ത് നന്നായിട്ട് മുപ്പിക്കുക. ഈ സമയം നല്ലൊരു മണം വരും. അപ്പോഴേക്കും ഒരു 2 സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു തക്കാളി ചെറുതായി നുറുക്കിയതും ചേർത്ത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ട് മുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിലധികം കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കായവും ചേർത്ത് നന്നായി മൂപ്പിച്ചു. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കരുത്, ഗ്രേവിക്ക് ആവശ്യമായ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ സമയം ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ എന്തായാലും വിട്ടുപോകല്ലേ. ഇപ്പൊ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. മീനിന്റെ എല്ലാ ഭാഗത്തേക്കും ഗ്രേവി നന്നായി ഒന്ന് മിക്സ് ആവാനായിട്ട് ഞാൻ ദാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തു. വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഗ്രേവിയൊക്കെ നന്നായി വറ്റി നമ്മുടെ മത്തി ഫ്രൈ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. മസ്റ്റ് ആയിട്ടും എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ചാച്ചാ. അതെ, ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ വിശപ്പിന്റെ വിളി എവിടെന്നെങ്കിലൊക്കെ വരും കേട്ടോ. കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ ചോറ് തീരുന്നതേ അറിയില്ല. നല്ല നാടൻ മസാലയിൽ മത്തി ഫ്രൈ ചെയ്ത് പൊള്ളിച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. അപ്പൊ നമുക്ക് ചടപടയും തുടങ്ങിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്,